വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 24 സൂക്തം 31. സത്യവിശ്വാസികളായ സ്ത്രീകളോട് പറയുക, അവർ അവരുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കുകയും ലൈംഗിക അവയവങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. സ്വാഭാവികമായി വെളിപ്പെടുന്നതൊഴിച്ചുള്ള അവരുടെ സൗന്ദര്യഭാഗങ്ങളൊക്കെ മറച്ചുകൊള്ളട്ടെ. അവരുടെ ശിരോവസ്ത്രം താഴേക്ക് താഴ്ത്തിയിട്ട് മാറിടം മറക്കുകയും ചെയ്യട്ടെ. അവരുടെ ഭർത്താക്കന്മാർ, പിതാക്കൾ, ഭർത്തൃപിതാക്കൾ, പുത്രന്മാർ, ഭർത്തൃപുത്രന്മാർ, സഹോദരന്മാർ, സഹോദരപുത്രന്മാർ, സഹോദരീ പുത്രന്മാർ, അവരുമായി നിത്യേന ഇടപെടുന്ന സ്ത്രീകൾ, അവരുടെ അധീനതയിലുള്ള സ്ത്രീ പുരുഷന്മാർ, ദുർമോഹങ്ങളില്ലാത്ത ആശ്രിതർ, സ്ത്രീരഹസ്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത കുട്ടികൾ എന്നിവരുടെ മുമ്പിലല്ലാതെ അവരുടെ അലങ്കാരങ്ങളൊന്നും വെളിപ്പെടുത്തരുത്. അവരുടെ ഗോപ്യമായ അലങ്കാരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി കാലുകൾ നിലത്തടിച്ച് നടക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസിനികളെ, നിങ്ങളെല്ലാവരും ദൈവത്തിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, നിങ്ങൾ ജീവിത വിജയം പ്രാപിക്കും. ദൈവവിശ്വാസികളായ സ്ത്രീകളോടുള്ള പ്രത്യേക കൽപ്പനയാണ് ഈ സൂക്തത്തിൽ. സ്ത്രീകൾ അവരുടെ സൗന്ദര്യവും അങ്കലാവണ്യവുമൊക്കെ മറ്റുള്ളവരെ കാണിക്കാനും പരപുരുഷന്മാരുടെ ശ്രദ്ധ ആകർഷിക്കാനും വേണ്ടി പുറത്ത് കാണിച്ച് നടക്കരുത്. അതൊക്കെ തൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ മാത്രമേ പ്രകടിപ്പിക്കാവൂ എന്നാണ് ദൈവശാസന. ബലാത്സംഗങ്ങളും സ്ത്രീപീഡനങ്ങളും തട്ടിക്കൊണ്ടുപോകലും കൊലപാതകങ്ങളുമൊക്കെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു കാരണം തന്നെ സ്ത്രീ അവരുടെ സൗന്ദര്യം പുറത്ത് കാണിച്ച് നടക്കുന്നത് കൊണ്ടാണ്. നേരെ മറിച്ച് ശരീരം മുഴുവൻ മറച്ച ഒരു സ്ത്രീയെ പുരുഷന്മാർ നോക്കുകയോ കാണുകയോ ചെയ്യാൻ പൊതുവെ താല്പര്യപ്പെടാറില്ല. മുഖവും മുങ്കയുമാണ് സ്വാഭാവികമായിട്ട് വെളിപ്പെടുന്ന ശരീരഭാഗങ്ങൾ. അവ ഒഴിച്ചുള്ള ശരീരഭാഗങ്ങൾ പൂർണ്ണമായും മറച്ചിരിക്കണം എന്നാണ് ഇസ്ലാമിക നിയമം അനുശാസിക്കുന്നത്. ഒരിക്കൽ നബി തിരുമേനിയുടെ പത്നിയായ ആയിഷയുടെ സഹോദരി അസ്മാ, അവർ അന്ന് ചെറുപ്രായത്തിലുള്ള അവസരത്തിലാണ് ശരീരവടിവുകളൊക്കെ വെളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു ഇടുങ്ങിയ വസ്ത്രം ധരിച്ച് വന്നപ്പോൾ പ്രവാചകൻ അവരോട് ഉപദേശിച്ചു, സ്ത്രീ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മുഖവും മുൻകൈയും അല്ലാതെ മറ്റൊന്നും പുറത്ത് കാണിച്ച് നടക്കരുത്. അതേപോലെ തല പൂർണ്ണമായും വസ്ത്രം കൊണ്ട് മറക്കുന്നതോടൊപ്പം തന്നെ മാറിടം കൂടി മറക്കേണ്ടതുണ്ട്. പണ്ടുകാലത്ത് സ്ത്രീകൾ മാറ് മറക്കാതെയാണ് നടന്നിരുന്നത്. ഇസ്ലാമാണ് സ്ത്രീകളോട് മാറുമറക്കാൻ ആവശ്യപ്പെട്ടത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് വരേക്കും അവർണരായ സ്ത്രീകൾക്ക് മാറുമറക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അഥവാ അങ്ങനെ മാറുമറക്കുന്നവർക്ക് മുലക്കരം ചുമത്തിയിരുന്നു. മുലക്കരത്തിനെതിരെ പ്രതിഷേധിച്ച നങ്ങേലി എന്ന സ്ത്രീയുടെ കഥ പ്രസിദ്ധമാണ്. മുലക്കരം പിരിക്കാൻ വന്ന കിങ്കരന്മാരോട് അവരുടെ മുമ്പിൽ വെച്ച് തൻ്റെ മുലകൾ അറുത്ത് ഒരു ചേമ്പിലയിൽ വെച്ച് നൽകിയിട്ട് നങ്ങേലി ചോദിച്ചു, ഇനി നിങ്ങൾക്ക് മുലക്കരം തരേണ്ടതില്ലല്ലോ. അങ്ങനെ മാറുമറക്കാണ്ട തൻ്റെ അവകാശത്തിനു വേണ്ടി രക്തസാക്ഷിയായ കഥയാണ് നങ്ങേലിയുടേത്. ടിപ്പു സുൽത്താൻ്റെ ഭരണത്തിലാണ് സ്ത്രീകൾക്ക് മാറുമറക്കാൻ ഉള്ള അവകാശവും സ്വാതന്ത്ര്യവും ലഭിച്ചത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. പക്ഷേ ഇക്കാലത്ത് മാറും മറ്റു പലതുമൊക്കെ പ്രദർശിപ്പിച്ച് നടക്കാനാണ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നതും അതിനുവേണ്ടി സമരം ചെയ്യുന്നതും എന്നതൊക്കെ എത്ര വിരോധാഭാസമാണ്. അവരുടെ ശരീരവും സൗന്ദര്യവും മറച്ചു നടക്കുന്നത് 6-ാം നൂറ്റാണ്ടിൻ്റെ സംസ്കാരമാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ ലക്ഷ്യമാക്കുന്നത് സ്ത്രീ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ പുരുഷന്മാർ മുഖവും മുൻകൈയും ഒഴികെയുള്ള സകലതും മറക്കുന്നുണ്ടല്ലോ. കഴുത്തുപോലും കാണാതിരിക്കാൻ ടൈയും കോട്ടും ടൈയും ഒക്കെ കെട്ടി കാലിൽ സോക്സും ഷൂസൊക്കെ ധരിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇത് 6-ാം നൂറ്റാണ്ട് സംസ്കാരമല്ലേ? ഇങ്ങനെ ഇതിനെ ആരും വിമർശിക്കുന്നില്ലല്ലോ.
അപ്പോൾ വിഷയം അതല്ല, സ്ത്രീയെ അർദ്ധനഗ്നയായും പൂർണ്ണനഗ്നയായും ഒക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് അവർ ഇസ്ലാമിൻ്റെ വസ്ത്രധാരണ നിയമത്തെ അല്ലെങ്കിൽ അതിൻ്റെ സംസ്കാരത്തെയൊക്കെ അടച്ചാക്ഷേപിക്കുന്നത് എന്ന് ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കും.